കാബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു ഉസ്മാൻ മിഹിൽ തുൽഹ. അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് കൊടുത്തില്ല. റസൂൽ മറുപടി പറഞ്ഞു, ഒരിക്കൽ എൻ്റെ കയ്യിൽ വരും ഈ താക്കോൽ. അന്ന് അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഉസ്മാൻ മിഹിൽ തുൽഹ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഖുറൈശികളുടെ അവസാനമായിരിക്കും, ഈ നാടിൻ്റെ അന്ത്യമായിരിക്കും. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇല്ല, അപ്പോഴും നല്ല കാലം തന്നെയായിരിക്കും ഈ നാടിനും ഖുറൈശികൾക്കും. പക്ഷേ മക്ക വിജയ ദിവസം ആ താക്കോൽ റസൂലിൻ്റെ കയ്യിലായി. റസൂൽ അത് ആരുടെ കയ്യിലാണ് നൽകുന്നതെന്നറിയാൻ എല്ലാ പേരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴും റസൂലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത് ഉസ്മാൻ മിഹിൽ തുൽഹയുടെ കയ്യിലാണ് കൊടുത്തത്. നമ്മൾ പറയില്ലേ, എനിക്കൊരു ദിവസം വരട്ടെ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കണമെന്നാണ് റസൂൽ പറഞ്ഞത്. എങ്ങനെയെന്നാൽ ഉസ്മാൻ മിഹിൽ തുൽഹയുടെ കയ്യിൽ കാബയുടെ താക്കോൽ തിരിച്ചു കൊടുത്തതുപോലെ. എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ ശത്രുവിനെ, അപമാനിച്ച മനുഷ്യനെ, നമ്മെ കരയിപ്പിച്ച മനുഷ്യനെ, നമ്മെ സങ്കടപ്പെടുത്തിയ മനുഷ്യനെ, നമ്മൾക്കെതിരെ പലതും പറഞ്ഞു പരത്തിയ മനുഷ്യനെ, നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന്. ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കോൽ തിരിച്ചു കൊടുത്തത് വഴി. ഈ പുണ്യമാസത്തിൻ്റെ ഓരോ ദിവസവും എല്ലാ ഹൃദയങ്ങളിലും സർവശക്തൻ്റെ കാരുണ്യം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.